ഒരു വീട്ടിൽ നിന്നേ ഒരു തകിട്, അതേപോലെ തന്നെ കുറച്ച് ഭസ്മം, പൊടി, അതേപോലെ തന്നെ കറുത്ത ചരട്, അതേപോലെ തന്നെ ഒരു ചുവപ്പ് കലർന്ന എന്തോ ഒരു തുണി, അതേപോലെ തന്നെ കുറച്ച് സർപ്പങ്ങൾ, ഇതൊക്കെ കൂടി കെട്ടിയിട്ട് കുഴിച്ചിട്ട നിലയിൽ കാണപ്പെട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് മുത്തുമുഅ്മിനീങ്ങളെ വിശേഷം? റാഹത്തല്ലേ? ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്തരട്ടെ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. സിഹ്ർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലും സിഹ്ർ ചെയ്യുന്നവരുണ്ട്. അള്ളാഹു സാഹിര്യങ്ങളെ സിഹ്റിനെ തൊട്ട് കാക്കട്ടെ. സിഹ്ർ പല വിധമാണ്. പല ആളുകളും പല രീതിയിലും സിഹ്ർ ചെയ്യും. നോക്കൂ, നിങ്ങൾ ഒരു വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ആ വീട്ടിൽ രോഗം മാറുന്നില്ല, പീരീഡ്സായിട്ട് ബ്ലഡ് വരുന്നത് നിൽക്കുന്നില്ല, മാസങ്ങളോളം പീരീഡ്സായി കൊണ്ടേയിരിക്കുക, ഒരാളല്ലെങ്കിൽ ഒരാൾ അപകടത്തിൽപ്പെടുക, എപ്പോഴും അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ജോലി നഷ്ടപ്പെടുക, വലിയ വലിയ ബിസിനസ് തകരുക, ഇതെല്ലാം കൂടി ഒരുമിച്ചൊരു വീട്ടിലൊരു പ്രശ്നങ്ങൾ വന്നു. ഒരുപാട് പ്രയാസപ്പെട്ടു. ഉസ്താദുമാരെയും തങ്ങന്മാരെയും പൂജാരിമാരെയും പണിക്കന്മാരെയും പോകാൻ പാടില്ലാത്ത പല മേഖലയിലും അവർ പോയി. ഈ പാവപ്പെട്ട വിനീതൻ്റെ അടുത്തേക്ക് ഇവരെത്തി. ഞങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം അവിടെ കാണാൻ കഴിഞ്ഞ ഒരു അത്ഭുതകരമായൊരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിലേക്കൊന്ന് എത്തിക്കുകയാണ്. അവരെ വീടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു തുണിയിൽ പൊതിഞ്ഞതായിട്ട് കുഴിച്ചിട്ടതായിട്ട് ചില വസ്തുക്കൾ കണ്ടെടുക്കാൻ കഴിഞ്ഞു. സർപ്പം, അതുപോലെ തന്നെ ഒരു ചുവപ്പ് കലർന്നൊരു തുണി, അതുപോലെ തന്നെ തകിട്, സർപ്പത്തിനെ വരച്ച് വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ച്, എന്തോ ഒരു മാരണം. സുബ്ഹാനല്ലാഹ്, ആ തകിടിൽ വളരെ വ്യക്തമായിട്ട് ഒരാളുടെ രൂപം വരച്ചിട്ട് അതിന് കഴുത്തിലൂടെ കയറ് ഇട്ടിട്ട് മേൽപോട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു ചിഹ്നം. എന്താണിതിൻ്റെ വിധി, എന്താണിതിൻ്റെ നിയമം, ഇതൊക്കെ ഉള്ളത് പടച്ച റബ്ബിനറിയാം. പക്ഷേ എന്തോ ഒരു മാരണമാണിത്. അല്ലാഹു അലം. ഞാൻ ഇന്നേ വരെ അത് കണ്ടിട്ടില്ല. എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ഒരുപോലെ പാണ്ഡിത്യം ഉണ്ടാവില്ലല്ലോ. അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം തോന്നും. ഒരു വീടിൻ്റെ വളപ്പിൽ നിന്നാണ് അതെടുത്തിട്ടുള്ളത്. ഏകദേശം അതിന് കുറച്ച് പഴക്കമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ വീടിൻ്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിൽ കയറിയിട്ട് അത്ര സ്വതന്ത്രമായിട്ട് കുഴിച്ചിടാൻ പറ്റുന്ന ഒരാളാണിത് ചെയ്തിട്ടുള്ളത്. അത്ര സ്വതന്ത്രമായിട്ട് കുഴിച്ചിടാൻ പറ്റിയ ഒരാൾക്കല്ലാതെ അത് കുഴിച്ചിടാൻ പറ്റില്ല. പുറത്തുനിന്നൊരാളെ വെറുതെ അകത്തേക്ക് കയറ്റുമോ? ഇല്ല. പിന്നെ അകത്തേക്ക് കയറണമെങ്കിൽ അത് കുടുംബമാകണം, അല്ലെങ്കിൽ അയൽവാസിയാകണം. അത്ര സ്വാതന്ത്ര്യമുള്ള ഒരാളാകണം. അവരുമായി അത്ര ഇടപഴകുന്ന ആരോ കൊടുത്ത ഒരു എട്ടിൻ്റെ പണി. പക്ഷേ തകർന്നുപോയി, വല്ലാതെ തകർന്നുപോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. 3 വാഹനം ഉണ്ടായിരുന്നു, 3 വാഹനം പോയി. വീടടക്കം ജപ്തിയുടെ വക്കത്താണ് നിൽക്കുന്നത്. ഇനി അവർ എങ്ങനെയാണ് ആ നഷ്ടപ്പെട്ടത് പടുത്തുയർത്തുക എന്നുള്ളത് അറിയില്ല. പൊട്ടി കരയാണ് അവർ. ആര് കൊടുത്ത പണിയാ റബ്ബിനറിയാം. ആരാണെങ്കിലും നശിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു അവനെ കൊണ്ടുപോകില്ല. സിഹ്ർ ചെയ്യുന്നവൻ സൂക്ഷിച്ചോ, നശിച്ചല്ലാതെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വിടാൻ പറ്റില്ല. എന്തിനാണ് ഒരു കുടുംബത്തിനെ എങ്ങനെ നശിപ്പിക്കുന്നത്? ചില അന്ധവിശ്വാസികൾ അല്ലെങ്കിൽ ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പറയും, ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ, അവർക്ക് അള്ളാഹു കൊടുത്തതല്ലേ, പരീക്ഷണല്ലേ, അതിനിപ്പോൾ ഇതൊരു കാരണമാവോ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ മുഅ്മിനീങ്ങളെ, തകർന്നവൻ്റെ വേദനയും അനുഭവിച്ചവൻ്റെ വിഷമവും അത് ഓർക്കല്ലേ അറിയൂ. കമൻ്റ് ഇടണം, ഞമ്മക്കറിയോ? അള്ളാഹു കാക്കട്ടെ. ഇത്തരം ജാഹിലീങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തിനാണ് സിഹ്ർ ചെയ്യുന്നത്? ആരും അങ്ങനെ ചെയ്യല്ലേ. മറ്റൊരാളെ ജീവിതത്തിലേക്ക് അസൂയ കൊണ്ട് അത്തരം ഒരു പ്രവണത ആരും ചെയ്യല്ലേ മുഅ്മിനീങ്ങളെ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സിഹ്ർ ചെയ്യുന്നവരെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത് വൻ പാപമാണ്, ആരും ചെയ്യല്ലേ. ഒരാളെ മുന്നിലും പോയി പറയല്ലേ അങ്ങനെയൊന്നും.
ഇവിടെയൊക്കെ വന്ന് ചില ആളുകൾ പറയും, ഉസ്താദെ അവനൊന്നും ഇല്ലാതാക്കണം, അവരൊന്നും ഇങ്ങനെ ആക്കണം. ഈ വെള്ളയും ഇട്ട് നടക്കുന്ന നമ്മളടുത്ത് വന്നിട്ട് ഇത്രമാത്രം അവർ പറയണമെങ്കിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.